ആശ്രയമരുളും അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ഒരുമിക്കുകയാണ്. ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനായി നാം വീണ്ടും കർത്താവിന് മുൻപിലായിരിക്കുക. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ എപ്പോഴും സ്നേഹത്തിൽ വർത്തിച്ച് കർത്താവിൻ്റെ കൃപ നമ്മൾ സ്വീകരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 133:1 സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് കർത്താവിനോട് ചേർന്ന് ആ ഒരു അനുഗ്രഹത്തിൽ വസിക്കുന്നത് എത്രയേറെ സന്തോഷവും ആനന്ദകരവുമാണ് എന്ന് സങ്കീർത്തകൻ പറയുക. അപ്പോൾ സഹോദരങ്ങൾ വസിക്കേണ്ടത് സ്നേഹത്തിലും ഐക്യത്തിലും സാഹോദര്യത്തിലുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. അവരെല്ലാവരും സഹോദരരാണ്. അപ്പോൾ അവരോടൊത്തുള്ള നമ്മുടെ ജീവിതം അനുഗ്രഹമായി, സന്തോഷമായി, സമാധാനമായി മാറണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നാം വചനം കേൾക്കുമ്പോൾ, ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ ഈ ഒരു അനുഗ്രഹം നമുക്ക് ഈശോ നൽകുന്നുണ്ട്. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വളരുക. തുടർന്ന് കേൾക്കുന്ന വചനം ആ സഹോദര ഭാവത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്നതായി തീരട്ടെ. ഈ ആഴ്ച നമ്മൾ ധ്യാനിച്ച് വചനം സ്വീകരിച്ചപ്പോൾ കർത്താവ് നമുക്ക് നൽകുന്നത് മറ്റൊന്നുമല്ല, ഇതേ അനുഗ്രഹം തന്നെയാണ്. ഏക മനസ്സോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ സഹോദരങ്ങളോട് ചേർന്ന് നിന്ന് എല്ലാവരിലും സ്നേഹത്തിൻ്റെ ആ ഒരു ഭാവം വളർത്തിയെടുക്കുവാനും, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും, അതിനുവേണ്ടി ത്യാഗങ്ങൾ സ്വീകരിക്കുവാനും ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മുടെ ജീവിത മേഖലകളെല്ലാം വിശുദ്ധീകരിച്ച് വലിയ ആനന്ദവും സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Divine, divine, divine blessing. Divine, divine, divine. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും നമ്മുടെ തൊക്കുകൊണ്ട് സ്പർശിക്കുന്നതുമായ അനുഭവങ്ങളെല്ലാം എന്നേക്കുമായി നമ്മളിൽ പതിഞ്ഞ് കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതൊരിക്കലും അങ്ങനെ മാഞ്ഞു പോകുന്നില്ല. നമുക്ക് മറക്കാം, പക്ഷേ മറന്നുപോയാലും വീണ്ടും സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഓർമ്മയിലേക്ക് പൊങ്ങി വരും. ചില സഹോദരങ്ങൾ ഈ മൊബൈൽ ഫോണിലൂടെയൊക്കെ വളരെ മോശമായ നഗ്നമായ ചിത്രങ്ങളൊക്കെ കാണുന്ന ചില ശീലങ്ങളുള്ള ആളുകളുണ്ട്. അവർ വിചാരിക്കും, ഓ ഇതൊരു തമാശ, അല്പസമയം കണ്ടതുകൊണ്ട് എന്തായാലും കുഴപ്പം എന്ന്.
പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരിക്കലും മാഞ്ഞു പോയില്ല. അതങ്ങനെ എന്നേക്കുമായി ടാറ് പോലെ അതങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, അങ്ങനെ കാണുന്ന ആളുകൾ പിന്നീട് അവരാരെ കണ്ടാലും അവർ വ്യക്തികളെ അല്ല കാണുക, അവരുടെ ചില അവയവങ്ങളായിരിക്കും അവർ കാണുക. വ്യക്തിയെ കാണാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു, അവയവങ്ങളെ മാത്രമായിരിക്കും അവർ കാണുക. അവയവങ്ങളെ കാണുമ്പോൾ എന്തായിരിക്കും അവരിലുണ്ടാകുന്ന പ്രതികരണം? ഉപയോഗിക്കണം എന്ന പ്രതികരണമാണ്. വ്യക്തിയെ കാണുമ്പോഴാണ് നമുക്ക് സ്നേഹിക്കണം എന്ന പ്രതികരണം വരുന്നത്. അവയവങ്ങളെ കാണുന്നവർ ഉപയോഗിക്കാനുള്ള പ്രവണതയാണുള്ളത്. അതുകൊണ്ട് ഏത് വ്യക്തിയെ കണ്ടാലും അവർക്ക് ഉപയോഗിക്കണം എന്ന ചിന്തയായിരിക്കും ഉണ്ടാകുക. അങ്ങനെ സ്നേഹിക്കുവാനുള്ള പവർ അവർക്ക് നഷ്ടപ്പെടുന്നു. അവരപ്പനെ കണ്ടാലും അമ്മേനെ കണ്ടാലും ഭാര്യയെ കണ്ടാലും ഭർത്താവിനെ കണ്ടാലും ഏത് വ്യക്തിയെ കണ്ടാലും ചില അവയവങ്ങളായിരിക്കും അവരുടെ തലയിൽ തെളിഞ്ഞു കയറി വരിക. അപ്പം അതുകൊണ്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും അതൊക്കെ ഒരിക്കലും മാഞ്ഞു പോകാത്ത വണ്ണം എന്നേക്കുമായി ഇതാ നമ്മുടെ തലയിൽ അങ്ങനെ ശക്തമായി പതിഞ്ഞ് കിടപ്പുണ്ട് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ബൈബിളിൽ വായിക്കുന്ന ഇതാണ്: മറിയം ചടുതിയിൽ വേഗത്തിൽ എലിസബത്തിൻ്റെയും സക്രിയായുടെയും വീട്ടിലേക്ക് പോയി. അതെങ്ങനെ സംഭവിക്കും? 14 വയസ്സുള്ള പെൺകുട്ടി ദൂരെ യാത്ര ചെയ്ത് 3-4 ദിവസത്തെ യാത്ര ചെയ്ത് എങ്ങനെ പോകും? അതിന് ഉത്തരം നമ്മുടെ ഇവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന യൗസേപ്പ് പിതാവിൻ്റെ ജീവചരിത്രം എന്ന 400 പേജുള്ള പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. യൗസേപ്പ് പിതാവിൻ്റെ ജീവചരിത്രം 2000 കൊല്ലമായിട്ടും ആരും പ്രസിദ്ധീകരിച്ചിട്ടുള്ളതല്ല. അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ ഒരു ബെനഡിക്റ്റൈൻ കന്യാസ്ത്രീക്ക് ഈ യൗസേപ്പ് പിതാവിൻ്റെ ജീവചരിത്രം മുഴുവൻ ദർശനത്തിൽ വെളിപ്പെട്ട് കിട്ടിയത് 400 പേജായിട്ട് ഇറ്റാലിയൻ ഭാഷയിൽ എഴുതി, പിന്നെ ജർമ്മൻ ഭാഷയിൽ തർജ്ജമ ചെയ്തു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ഭാഷയിൽ വന്നു. അങ്ങനെ ഞങ്ങൾ അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ച ടീം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളും ഇത് കേരളത്തിൽ കൊണ്ടുപോയി പ്രസിദ്ധീകരിക്കണം. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയ ആളെ കിട്ടി. അങ്ങനെ യൗസേപ്പ് പിതാവിൻ്റെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ചു. ആ ജീവചരിത്രത്തിൽ ഇപ്രകാരം കൊടുത്തിട്ടുണ്ട്: എങ്ങനെയാണ് മറിയം ഒരു 3-4 ദിവസത്തെ യാത്ര ചെയ്ത് കുന്നും മലയും കയറി എലിസബത്തിൻ്റെയും സക്രിയായുടെയും വീട്ടിൽ പോയത്. അതിങ്ങനെയാണ് യൗസേപ്പ് പിതാവിൻ്റെ ജീവചരിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. മാലാഖ യൗസേപ്പിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീയാണ് അവളെ കൊണ്ടുപോയി വിടേണ്ടത്. മറിയം ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അറിയിക്കുമ്പോൾ നീ പോയി അവളെ തിരിച്ചു കൊണ്ടുവരികയും വേണം. ഹല്ലേലൂയ. എൻ്റെ പേര് സെനറ്റ് വിൽസൺ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. ഞാൻ ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് വളരെ സന്തോഷമുണ്ട്, ഒരു മനസ്സമാധാനമുണ്ട്, പിന്നെ ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്? ചിന്തിക്ക്, എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്? ഇങ്ങനെ ഓരോരുത്തർ ചിന്തിക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഇങ്ങനെ ഓരോ കാര്യം ഇനി എഴുതി വെച്ചു. ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടുമ്പോഴാണ്. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. ആണോ അല്ലയോ? ഞാൻ പറയുന്നതോട് സമ്മതിക്കണ്ട. ആണോ അല്ലയോ? ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് അല്ല, ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നവർ ചോദിക്കട്ടെ, ഏറ്റവും വലിയ ആഗ്രഹം ഏതാണ്? ഓരോരുത്തർക്കും വ്യത്യാസമുണ്ടോ? എന്നാൽ
മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് ഒരു വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. ഏറ്റവും വലിയ ആഗ്രഹം, ഒരു മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുക എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സമ്പന്നനാകുക എന്നുള്ളതാണ്. ഇപ്പം ദാരിദ്ര്യത്തിലാണ് സമ്പന്ന. ശരി, നീ സമ്പന്നനായെന്ന് വിചാരിക്കൂ, സന്തോഷം ഉണ്ടാവുമോ? ഉണ്ടാവുമെങ്കിൽ ഈ ലോകത്തെ എല്ലാ സമ്പന്നന്മാർക്കും സന്തോഷം ഉണ്ടാകേണ്ടതല്ലേ? എന്നിട്ട് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. നമ്മൾ പറയുന്ന മാനസികമായിട്ടുള്ള മറ്റേത് കാര്യം എന്തോരം കിട്ടിയാലും അതുകൊണ്ട് സന്തോഷിക്കാൻ പറ്റിയല്ല. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരും, ഏത് മനുഷ്യരായാലും ഏത് മനുഷ്യരുടെയും ഏറ്റവും വലിയ ആഗ്രഹം സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. എങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് ഈ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടുമ്പോഴാണ് ഒരു മനുഷ്യ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. എൻ്റെ പേര് ആൻമേരി അലക്സ്. ഞാൻ തൊടുപുഴ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ ഞായറാഴ്ചയാണ് ഇവിടുത്തെ ധ്യാനത്തിന് പങ്കെടുക്കാൻ തുടങ്ങിയത്. എന്താണെന്നറിയില്ല, ഇന്നലെയൊക്കെ ഇവിടെ ആന്തരിക സൗഖ്യ ധ്യാനം ആരാധനയുണ്ടായിരുന്നു. ഒരു പ്രത്യേക അനുഭവമായിരുന്നു, ഒരു വിടുതൽ ഉള്ളത് പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. എൻ്റെ പ്രോജക്റ്റ് വർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്ട്രെസ് കഴിഞ്ഞ ദിവസം കിടന്നപ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ആരാധനയിൽ എനിക്ക് ഭയങ്കര ഒരു വിടുതൽ അനുഭവമാണ് അനുഭവപ്പെട്ടത്. ഇതേ തുടർന്ന് എനിക്ക് ഈശോയെ കൂടുതൽ അനുഭവിക്കാനും എൻ്റെ ജീവിതത്തിൽ ഇനി എങ്ങനെ തളരാതെ പതറാതെ ഈശോയ്ക്ക് മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിക്കാം എന്നുള്ളൊരു അനുഭവം എനിക്ക് ഈ ധ്യാനത്തിൽ നിന്ന് നേടാൻ സാധിച്ചു. ഇനിയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആയുസ്സിന് പറ്റുന്ന അത്രത്തോളം ഞാൻ ദൈവമഹത്വത്തിനായി സാക്ഷ്യം വഹിക്കും എന്നൊരു ഉറച്ച തീരുമാനം എടുക്കാൻ എനിക്ക് സാധിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായം 2-ാം വചനം. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു നല്ല കാര്യത്തെക്കുറിച്ചാണ് വചനം നമ്മെ അനുസ്മരിപ്പിക്കുക. കോപിക്കാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല. കോപം നമ്മുടെ ഒരു വികാരമാണ്. പക്ഷേ ഇത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പലർക്കും അറിയായക കൊണ്ട് ചിലർ അത് ഉള്ളിൽ വെച്ച് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ജീവിതത്തിൻ്റെ സന്തോഷം മുഴുവൻ കെടുത്തിക്കളയും. എന്നാൽ ചിലരാകട്ടെ അത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് ആളുകളോട് പ്രകടിപ്പിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ടെൻഷൻ അകറ്റി കൂടുതൽ നന്മയിലേക്ക് വരും. ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും ഇത്തരത്തിലുള്ളൊരു അനുഭവത്തിലൂടെ സ്വതന്ത്രരായി പറയേണ്ട കാര്യങ്ങൾ തുറവിയോടെ പറഞ്ഞ് നല്ല സന്തോഷ അനുഭവത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ്. ആകയാൽ നമ്മൾ കാപട്യം കൈവെടിഞ്ഞ് നമ്മുടെ ജീവിതാനുഭവങ്ങളെ പച്ചയായ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
പേര് ഗിരി എന്നാണ്. എൻ്റെ വീട് എറണാകുളമാണ്. ഞാനിവിടെ ധ്യാനം കൂടാൻ വന്നിട്ട് ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണ് മലയാളം കൂടാൻ വരുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇംഗ്ലീഷിലും ബാക്കി 3 പ്രാവശ്യം മലയാളത്തിലായിരുന്നു. ധ്യാനം കൂടുമ്പോൾ എനിക്ക് ഒരുപാട് മനസ്സമാധാനവും അതുപോലെ മനസ്സിലുള്ള അസ്വസ്ഥതകളും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള വേദനകളൊക്കെ എനിക്ക് ഒരുപാട് മാറാറുണ്ട്. അതുകൊണ്ടാണ് മനസ്സിൽ ഭയങ്കര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുള്ളപ്പം, ബിസിനസ് പരമായി ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുള്ളപ്പോൾ ഞാൻ ഈ ധ്യാന സെൻറ്ററിൽ വരികയും ഇവിടെ ഒരാഴ്ച ധ്യാനം കൂടുകയും മനസ്സിന് വളരെ സന്തോഷവും ആയിട്ടാണ് ഞാൻ തിരിച്ചു പോകാറ്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. കാര്യം മാനസികമായിട്ടും ശാരീരികമായിട്ടും, അതായത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഞാൻ ഭയങ്കര വെല്ലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഭയങ്കരമായ മാറ്റം എനിക്കുണ്ട്. Divine, divine, divine blessing. Divine, divine, divine. എന്നോട് എൻ്റെ കൂട്ടുകാരനാണ് രാധാകൃഷ്ണൻ, മോഡേൺ ബ്രെഡ് കമ്പനിയുടെ മാനേജറായിരുന്നു. അവൻ എന്നോട് ഒരു ദിവസം ഉത്കണ്ഠാപൂർവം എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ അവൻ വെച്ചു, അന്തോണി നിന്റെ ധ്യാനം നിന്നുവോ? ഞാൻ പറഞ്ഞു, എൻ്റെ ധ്യാനം നിന്നുപോയി, നിനക്ക് എന്താടാ രാധാകൃഷ്ണ കുഴപ്പം? എൻ്റെ പൊന്നന്തോണി, പിന്നെ ഈ ബ്രെഡ് എവിടെ കൊണ്ടുപോയി ചിലവാക്കുന്നു? ഒരു പാക്കറ്റ് ബ്രെഡൊക്കെ അല്ലേ ഓരോരുത്തർക്ക് കൊടുക്കണേ. പിന്നെ ഔഷധ വെള്ളത്തിൻ്റെ പേര് കരിങ്ങാരി. ആ ഔഷധ വെള്ളവും ഈ ബ്രെഡൊക്കെ കഴിച്ച് മലയാളികളുടെ ആരോഗ്യാന്തസ് ഇങ്ങനെ വലുതായി. ഞങ്ങൾ പുതുവാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങളിങ്ങനെ നല്ല ടെൻഷനൊക്കെ ആയിട്ടാണ് വന്നത്. ഹസ്ബൻഡിന് ചെറിയ വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ധ്യാനം കൂടിയപ്പോൾ നല്ല അനുഭവമായിരുന്നു. നല്ല ഒന്ന് ഫ്രീ ആയി. ഞങ്ങൾ മാനസികമായിട്ട് നല്ല ഫ്രീ ആയി, നല്ല സന്തോഷമായി, നല്ല ധ്യാനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയും, ഏത് ധ്യാനമന്ദിരത്തിൽ ചെന്നാലും നമ്മൾ ഇതിലെ അരഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. നമ്മൾ ദൈവവചനം കേൾക്കണം. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്. എൻ്റെ പേര് സിൻഡോ. ഞാൻ ഇവിടെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ മൂന്നുമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് കോടാലിയിൽ ജനിച്ച് വളർന്ന് ഇപ്പോൾ തൃശ്ശൂർ വിയ്യൂരാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭാര്യയും മക്കളും 3 പേരും അമ്മയുമായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ഒരാഴ്ച വളരെ ഒരു അനുഗ്രഹത്തിൻ്റെ ആഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് കുടുംബമായിട്ട് ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ദൈവിക കൃപ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ച സൗജന്യ ദാനങ്ങളാണ്. ബന്ധങ്ങളും സമ്പത്തും അതുപോലെ നമ്മുടെ ശരീരം എന്നുള്ളൊരു ബോധ്യം മനസ്സിലായി. അതുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് എൻ്റേതായിട്ടൊന്നുമില്ല, പകരം എല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ജീവിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. ഒത്തിരി ഹീലിങ്ങും ഒത്തിരി ആത്മീയമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റി. പ്രൈസ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം തിരുവചനം ഇതൊരു പ്രധാനപ്പെട്ട മർമ്മമായ വചനമാണ്. പ്രിയപ്പെട്ടവര്, ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ എഴുതി വെച്ച് അതനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ ഇവിടെ എങ്ങനെ ക്രിസ്തീയത വളരും? ഇവിടെ ക്രിസ്തുവിനെ എങ്ങനെ ആളുകൾ മനസ്സിലാക്കും? പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 16:8 യേശു പറഞ്ഞു, അവൻ വരുമ്പോൾ, ആരാണ് ഈ അവൻ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നീതിയെക്കുറിച്ചും പിന്നെയോ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. എൻ്റെ പേര് പ്രേംകുമാർ. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു. ഞാൻ 1995 ഇവിടെ ആദ്യമായിട്ട് ധ്യാനത്തിന് വന്നത്. അന്ന് കിട്ടിയ ധ്യാനത്തിൽ മാനസാന്തരമുണ്ടായി. ഞാനൊരു അക്രൈസ്തവനായിരുന്നു.
അന്ന് ധ്യാനത്തിൽ കൂടി എനിക്ക് മാനസാന്തരം ഉണ്ടായി, മനസ്സിന് ഭയങ്കര സമാധാനം ഉണ്ടായി. അന്ന് കിട്ടിയ മനസ്സമാധാനം ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ കർത്താവിൽ വിശ്വസിച്ച് അന്ന് മുതൽ കിട്ടിയ സമാധാനവും ഐശ്വര്യവും സന്തോഷവും ഇന്നും അത് പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ദൈവത്തിന് കോടാനുകോടി നന്ദി. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എൻ്റെ പേര് നോബിൾ എന്നാണ്. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ 2019 ഇവിടെ നിന്നൊരു ധ്യാനം കൂടിയിരുന്നു. അന്ന് എനിക്ക് എല്ലാ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ ഈ പ്രാവശ്യവും അപ്പോൾ ഞാൻ 8-ാം തീയതി ദുബായിലേക്ക് പോവുക ജോലിയായിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് കുറച്ചുകൂടി ദൈവത്തോടടുത്ത് വരണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ധ്യാനത്തിന് വേണ്ടി വന്നതാണ്. അതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു. ഒരുപാട് ആന്തരിക സൗഖ്യമൊക്കെ ഉണ്ടായി. അപ്പം അതിൽ ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഈ പ്രാവശ്യത്തെ ധ്യാനം എനിക്ക് വലിയ അനുഭവമായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ദർശിക്കും. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ആന്തരിക നയനങ്ങളിൽ നമുക്ക് ഈശോയെ നോക്കാം. വചനം പറയുന്നു, അവനെ നോക്കിയവർ പ്രകാശിതരായി. ഇതാ നമ്മൾ പ്രകാശത്തിലാണ്. യേശു ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ യേശു ഇതാ എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഞാനും പ്രകാശിതനാകുന്നു. സ്വർണനിർമ്മിതമായ 7 ദീപങ്ങൾ കണ്ടു. ആ ദീപങ്ങളുടെ മധ്യേ മനുഷ്യപുത്രൻ നിൽക്കുന്നു. അവൻ പാദം വരെ നീണ്ട മേലങ്കി അണിഞ്ഞിട്ടുണ്ട്. മാറത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച അവൻ ധരിച്ചിരിക്കുന്നു. ആദ്യനും അന്ത്യനും നീ മാത്രമേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ. കരങ്ങളുയർത്തി ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ ഒരാഴ്ച കർത്താവിൻ്റെ തിരുമുമ്പിലായിരുന്ന് വചനം കേട്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഇന്നലകളിലെ ജീവിതത്തിലെ എല്ലാ പാപത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന്, ദുശീലത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് നാളുകളായിട്ട് ഉള്ളിൽ ചിലവരോടെല്ലാം ഇഷ്ടക്കുറവ്, സ്നേഹക്കുറവ്, ദേഷ്യം, വെറുപ്പ്, ആ മേഖലകളെല്ലാം കർത്താവ് പൂർണ്ണമായി ശുദ്ധീകരിച്ച് ഉള്ളിൽ മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹം നിറച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയുമ്പോൾ ആ നിറയുന്ന വചനം നമ്മെ ദൈവസ്നേഹത്തിൻ്റെ പുതിയ തലത്തിലേക്ക് നയിക്കുന്നു. ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് ഇനി ഭവനങ്ങളിലേക്ക് പോകുന്ന നമ്മൾ ഓരോരുത്തരും തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടപ്പാടോ ദുഃഖ ദുരിതങ്ങളോ എന്ത് വന്നാലും ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി മാറ്റും. അങ്ങനെ ജീവിതത്തിലെ ഏതവസ്ഥകളെയും നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം, വിജയത്തിൻ്റെ കരം, ആ കരം കാണുന്ന വ്യക്തിക്കാണ്
ജീവിതത്തിൽ എപ്പോഴും വിജയിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 8-28 തിരുവചനത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം കഷ്ടതയുടെ, സഹനത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ അവസ്ഥകൾ വന്നാലും അതെല്ലാം ദൈവം നന്മയാക്കി മാറ്റും. അങ്ങനെ നന്മയാക്കി മാറ്റുമെന്ന് ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് ഈ ധ്യാനത്തിലൂടെ നമുക്ക് സ്വീകരിച്ച് ശക്തി പ്രാപിക്കാനായിട്ട് സാധിച്ചത്. ഈ ആത്മാവിൻ്റെ ശക്തി തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെ എന്തെല്ലാം വന്നാലും അവിടെ എല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റുമെന്ന ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ ജീവിക്കുന്ന നിങ്ങളെ കണ്ട് ഇനിയുള്ള ആഴ്ചകളിൽ അനേകർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണം. ആ വരുന്നതിന് പ്രേരണയാകുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. അപ്പം നിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ അനേകരെ ഇനിയുള്ള നാളുകളിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പറഞ്ഞുവിടുവാൻ യേശുവിൻ്റെ കരമായി നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം. അങ്ങനെ ഓരോ ആഴ്ചയിലും അനേകരെ നിങ്ങൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പറഞ്ഞുവിടുന്ന യേശുവിൻ്റെ ശുശ്രൂഷകരായി മാറട്ടെ. ഈ ധ്യാനത്തിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹത്തിലും കൃപയിലും നിലനിൽക്കുവാനും വളരുവാനും അനേകർ കൊടുക്കുവാനും ദൈവം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമൃദ്ധമായ അനുഗ്രഹത്താൽ കർത്താവ് നയിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ.